ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ പച്ചക്കറിത്തോട്ടത്തിലെ വിളവെടുപ്പാണ്. അപ്പം അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ എല്ലാം കൂടി നിങ്ങളെ കാണിച്ചു തരാം. പടവലങ്ങ, ഈ പടവലങ്ങ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ പ്ലാസ്റ്റിക് കവർ കാണുമ്പോൾ വിചാരിക്കും എന്താ പ്ലാസ്റ്റിക് ഇടുന്നത്. അത് ഞാൻ ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ചെറിയ ഇതും കൂടി വരുന്ന വഴിക്ക് ചില കീടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞാൽ കുത്തും. ആ കുത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് വലുതാവില്ല, പിന്നെ അത് ചീഞ്ഞു പോകും. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇതിട്ടത് കേട്ടോ. അപ്പം അത് പ്ലാസ്റ്റിക് ഇടണം തന്നെയല്ല, നമ്മുടെ ന്യൂസ് പേപ്പർ എടുത്തും കാഞ്ഞൊന്ന് പൊരിഞ്ഞൊരു ഇരുക്കിൽ ഒന്ന് ഇത് വെച്ചാൽ മതി കേട്ടോ. ഒന്ന് കുത്തി വെച്ചാൽ മതി, ഒന്ന് ഊരി പോകാണ്ട്, അപ്പം ശരിയാവും. പിന്നെ വേറെ അങ്ങനത്തെ ഇതൊന്നുമില്ല. പടവലങ്ങ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക്. പിന്നെ കൂടുതൽ വലിപ്പം വെക്കുന്ന പടവലങ്ങ അല്ലത്. ഇത് ഞാൻ വിത്ത് വാങ്ങിച്ചിട്ട് നട്ടിട്ടുള്ളതാണ്. അപ്പം ചെറിയ പടവലങ്ങയാണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളതാണ്. അപ്പം അത് ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ, വേറെ വലുതാവില്ല. അപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാണ്ട് വിളവെടുപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണുള്ളത് നമ്മുടെ വഴുതനങ്ങ. ഈ വഴുതനങ്ങ ഇപ്പം എൻ്റെ ഇതിൽ 3 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 3 വർഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. വഴുതനങ്ങ വളരെ പന്തലിച്ച് നിന്നും കൊണ്ട് വഴുതനങ്ങ ഒരു ട്രിപ്പ് എടുത്ത് കഴിയുമ്പോൾ അടുത്ത ട്രിപ്പിലേക്ക് അത് പൂവുണ്ടാവും. ആ പൂവുണ്ടായിട്ട് നമ്മൾ പൊട്ടിച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും വഴുതനങ്ങ വീണ്ടും. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ കുറേ നാൾ ഞാൻ അതിൻ്റെ കുറച്ച് നാൾ വേറെ ഒന്നും ചെയ്തിരുന്നില്ല. ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അല്ല അതാണ് നിൽക്കട്ടെ എന്ന് വെച്ചാൽ കട മാത്രം ഇളക്കി മണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കി കാഞ്ഞിട്ട് ചെറുതായിട്ടൊരു ചാണപ്പൊടി ഇട്ട് കൊടുക്കും. ആ കട വീണ്ടും മൂടും. അപ്പം വീണ്ടും ഇത് താഴ്ച വളർന്നു കാഞ്ഞിട്ട് അങ്ങനെയാണ് 3 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. എപ്പോഴും കായ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ പിന്നെ തക്കാളിയുണ്ട്. തക്കാളികളാണ് അതിലും ഞാൻ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ്. ചെറിയ തക്കാളി, ഇതും ചെറിയ തക്കാളിയാണ്. കൂടുതൽ വലിപ്പം വയ്ക്കാത്ത തക്കാളികളാണ്. നല്ല രീതിയിൽ തന്നെ അതും വരുന്നുണ്ട് ഒക്കെ. പിന്നെ എന്താണ്, ഭൂമി കുറച്ചുള്ള ആൾക്കാരാണെങ്കിലും ഇത് നമുക്ക് ലാവിഷായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. കാരണം ഞാനിപ്പോൾ നട്ടിക്കണത് ഒരു ഗ്രോ ബാഗിലാണ്, അല്ലെങ്കിൽ നമ്മുടെ സിമെന്റിന്റെ ചാക്കെടുത്ത് അതിന്റെ പകുതി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിലാണ് നട്ടിട്ടുള്ളത്. അപ്പം ഈ നടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് മണ്ണ് ഇടരുത്. അപ്പം ചെറുതായിട്ട് ഒരു അര ഗ്രോ ബാഗ് മണ്ണിട്ടിട്ടും കുറച്ച് വേണമെങ്കിൽ ചാണപ്പൊടി അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റോ അല്ലെങ്കിൽ ഉള്ളിത്തോണ്ട് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഇട്ടും കാഞ്ഞിട്ട് നടുക. നട്ട് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് കുറച്ച് വലുതായി വരുമ്പോൾ വീണ്ടും ഒരു കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് വലുതായി വരുമ്പോൾ കുറച്ച്. അപ്പം തന്നെ അതിന്റെ കടയ്ക്ക് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ പറയണത് കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ പേരിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ വെണ്ടയ്ക്കുണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ നല്ല സാധനം. പിന്നെ എന്താ വെച്ചാൽ ഇത് നമ്മുടെ ഇതിൽ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടില്ല. നമുക്ക് വേറെ ഒരു ഇതില്ല, നല്ല ഡീസൻ്റ് ആയിട്ട്. നമ്മൾ മറ്റേ ബിസിനസ് പരമായിട്ടോ അല്ലെങ്കിൽ വലിയ കർഷകനായിട്ടോ ഒന്നല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്. കാരണം നമ്മുടെ വീട്ടിലേക്ക് നമ്മൾക്ക് എങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഉണ്ടാക്കുക. ഞാൻ അങ്ങനത്തെ ഒരു ആളാണ്. കാരണം ഞാൻ പലതും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഇപ്പൊ ഒരു കപ്പലണ്ടി വരെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇനിയും ഓരോന്നും ഉണ്ടാക്കാൻ തന്നെയാണ് നോക്കുന്നത്. അപ്പൊ പരമാവധി നമ്മൾ കടയിൽ നിന്ന് മേടിക്കാതിരിക്കുക എന്നുള്ള കണ്ടീഷനാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. ഇത് സാധനം പൊട്ടിച്ചും കാണിട്ട് നമ്മൾ കൊണ്ടുവന്ന് നമുക്ക് ഉണ്ടല്ലോ, ഇത് നേരം വെളുത്തുമ്പോൾ ഉണ്ടായി നിൽക്കുന്ന കാണാനുണ്ടല്ലോ, അതും മനസ്സിന് നല്ലൊരു കുളിർമയാണ്. ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ. നമ്മളെ തിരുവോളം സ്ഥലം ഉണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം. നമ്മൾ മനസ്സ് വെച്ച് ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ, എന്തായാലും ഉണ്ടാവും. പിന്നെ എന്താ വെച്ചാൽ അതേ വേണ്ട, ഇപ്പോൾ സാധനങ്ങളൊക്കെ റെഡിയായി നമ്മൾ പൊട്ടിച്ചു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതേ വളരെ ഡീസൻ്റ് ആയിട്ട് ഇത്ര കിട്ടിയിട്ടില്ലേ, നമുക്ക് സന്തോഷമായിട്ട് നമുക്ക് അതിൽ കറി വയ്ക്കുക, നമുക്ക് കഴിക്കുക, നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. മനസ്സിന് സന്തോഷം എല്ലാം കൊണ്ടും നല്ലത് തന്നെ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വളം എന്ന് പറയുന്നത് നമ്മൾ പരമാവധി മറ്റുള്ള വളങ്ങൾ ഉപയോഗിക്കാണ്ട്, ചിലപ്പോൾ മണ്ണിനൊക്കെ ചിലപ്പോൾ വളക്കുറവുണ്ടാവും. അപ്പോൾ ആ വളക്കുറവുള്ള സ്ഥലത്ത് നമുക്ക് ഈ കുറച്ച് ചാണപ്പൊടി, ചാരപ്പൊടി, അങ്ങനെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ വേസ്റ്റിന്റെ, അല്ലെങ്കിൽ കൊന്നര ഇല ഉണ്ടല്ലോ, നമ്മുടെ ശീമക്കൊന്നര ഇല കിട്ടാന്നുണ്ടെങ്കിൽ വളരെ നല്ലതാട്ടോ. എല്ലാത്തിനും ശീമക്കൊന്നര ഇല ഇട്ട് വയ്ക്കും, ഒരു കുഴപ്പം വരില്ല. കാരണം അത്ര വളമുള്ള സാധനമാണത്. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ നിലത്തിലൊക്കെ ഇടാനുള്ള സ്റ്റോകിലെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇടാറുള്ള സാധനമാണ്. അപ്പൊ ശീമക്കൊന്ന് ഒന്ന് ഉപയോഗിച്ച് നോക്കും, വളരെ നല്ലതാണ് കേട്ടോ. ഇത് നമ്മള് നമ്മുടെ ചീരയുണ്ട്, ഞങ്ങളുടെ ഇവിടെ അറിയപ്പെടുന്നത് വേലിച്ചീര എന്നാണ് കേട്ടോ. പല സ്ഥലത്തും ഇതിനെ പല പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതിന്റെ അറിയാവുന്ന ആൾക്കാരൊക്കെ പേരുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നതൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടാൽ നല്ലതായിരിക്കും.
പിന്നെ ഇതാ വിളവെടുപ്പിന്റെ ഇത് ചീര ഉണ്ട്. അത് കഴിഞ്ഞ പടവലങ്ങ. അപ്പൊ അതേ എന്റെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് സന്തോഷമായി, ഇത്ര ഇതായിട്ടുണ്ട്. വളരെ സന്തോഷം. നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്ര, ശരി, ബൈ ബൈ.